ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ ചാനലായ ടെക്നോമറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ചാനലുകൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ട്രാവലിനെ കുറിച്ചും ഷിപ്പിങ്ങിനെ കുറിച്ചും ടെക്കിനെ കുറിച്ചാണ്. ഷിപ്പിംഗ് എന്ന് പറയുമ്പോൾ ഷിപ്പിലെ കൂടുതൽ ലൈഫ് സ്റ്റൈലും ഷിപ്പിലെ ജോലിയും ഷിപ്പിലെ കാർഗോ ഓപ്പറേഷൻസും ഷിപ്പിൽ എങ്ങനെയാണ് നമുക്ക് ലോകം കറങ്ങുക എന്നിവ കാര്യങ്ങളാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. നമ്മൾ ഷിപ്പിനെ കുറിച്ച് പറയാം. നമ്മൾ ഷിപ്പ് എന്ന് വെച്ചാൽ 2018 ചൈനീസ് ബിൽഡാണ്. ഷിപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 228 മീറ്ററാണ്. ഷിപ്പിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 32 മീറ്ററുമാണ്. ഈ ഷിപ്പിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 14.5 knots ആണ്. ഇതെല്ലാത്തരം ബൾക്കായിട്ടുള്ള കാർഗോവും ഇത് ക്യാരി ചെയ്യുന്നുണ്ട്. 7 hatch ബൾക്ക് കാരിയറാണ്. ഷിപ്പ് ടൈപ്പ് എന്ന് വെച്ചാൽ പനാമാക്സ് ആണിത്. ഞങ്ങൾ ഈ ഷിപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നത് ബ്രസീലിലെ സാന്റോസിൽ നിന്നാണ്. അങ്ങനെ ഞങ്ങൾ ആദ്യ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് മാംഗ്ലൂർ ടു മുംബൈ ആണ്. മുംബൈ ടു പാരീസ്, പാരീസ് ടു റിയോ ആണ് നമ്മുടെ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു 12 മണിയാകുമ്പോൾ മുംബൈ എയർപോർട്ടിലെത്തി. അവിടുന്ന് രാത്രി 11 മണിക്കാണ് പാരീസിലേക്കുള്ള ഫ്ലൈറ്റ്. അങ്ങനെ അതുവരെ നിൽക്കാനുള്ള ഹോട്ടൽ സ്റ്റേ ഒക്കെ കമ്പനി സെറ്റ് ചെയ്ത് തന്ന്. എന്നിട്ട് അവിടെ നിന്ന് ലഞ്ചും ഡിന്നറൊക്കെ അവിടെ നിന്ന് കഴിച്ച് അങ്ങനെ ഫ്ലൈറ്റിന് ടൈമായി. ഗേറ്റ് തപ്പി നടക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ഇവിടുന്ന് മുംബൈയിൽ നിന്ന് പാരീസിലോട്ട് എത്താൻ വേണ്ടി 10 മണിക്കൂർ 30 മിനിറ്റ് എടുക്കും ഫ്ലൈറ്റിൽ. നമ്മൾ മുംബൈയിൽ നിന്ന് പാരീസിലോട്ട് പോകുന്നത് എയർ ഫ്രാൻസിലാണ്. അത്യാവശ്യം വലിയ ഫ്ലൈറ്റാണ്. നമ്മുടെ സീറ്റിന് മുമ്പിൽ തന്നെ ഒരു LCD ഉണ്ട്. അതിൽ നമുക്ക് മൂവീസ്, ഗൂഗിൾ മാപ്പ്, അവിടെ എത്താൻ വേണ്ടി എത്ര ടൈം എടുക്കും എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ രാവിലെ ഒരു 9:30 മണിയാകുമ്പോൾ പാരീസിലോട്ട് എത്തി. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് കണക്റ്റിംഗ് ഫ്ലൈറ്റാണ് റിയോയിലോട്ട്. അങ്ങനെ നമ്മളവിടെ ഫ്രഷൊക്കെ ആയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ നേരെ വന്ന് നമുക്ക് 1 മണിക്കാണ് ഇവിടുന്ന് റിയോയിലോട്ട് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റിംഗ് ഏരിയയിൽ വന്ന് ഞങ്ങൾ നിൽക്കായിരുന്നു. അത്യാവശ്യം വലിയ എയർപോർട്ടാണിത്. രാവിലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാത്രി 8 മണിയോടെ സാന്റോസിലെത്തി. അവിടെ നിന്ന് നേരെ ഏജൻറ്റ് വന്ന് നമ്മൾ നേരെ കൂട്ടിക്കൊണ്ടുവന്ന ഹോട്ടലിലോട്ടാണ്. ഒരു ദിവസം സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസമാണ് നമ്മൾ ഷിപ്പിലോട്ട് ജോയിൻ ചെയ്യുന്നത്. എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക് 1.5 മണിക്കൂറുണ്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്രസീലിലെ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ഒരു ചെറിയ ബ്രേക്ക്.